മക്കളെ, ജെഇമെയിൻ്റെ സെഷൻ 2-ലെ അഡ്മിറ്റ് കാർഡുകൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആരുടെ അഡ്മിറ്റ് കാർഡാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 2, 4 തീയതികളിൽ, 3-ാം തീയതി എക്സാം ഇല്ല, ഏപ്രിൽ 2, 4 തീയതികളിൽ പേപ്പർ 1, അതായത് ബി.ടെക്കിന് അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികളുടെ ഫസ്റ്റ് ഷിഫ്റ്റ്, സെക്കൻഡ് ഷിഫ്റ്റ്, രാവിലെയും ഉച്ചയ്ക്കും ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷവും ഒക്കെ പരീക്ഷയുള്ളവരുടെ മാത്രം അഡ്മിറ്റ് കാർഡാണ്. അത് മാർച്ച് 29 തൊട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡിനുള്ള ലിങ്കൊക്കെ അവർ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഏപ്രിൽ 5-ാം തീയതി, 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി ഈ 4 ദിവസങ്ങളിൽ എക്സാം ഉള്ള കുട്ടികളുടെ പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും, അതായത് ബി.ടെക്, ബി.ആർക്ക്, ബി പ്ലാനിങ് ഈ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികളുടെയൊക്കെ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് പിന്നീട് വരികയുള്ളൂ. ഇപ്പോൾ വന്നിട്ടില്ല, അത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിലവിൽ ഈ 2, 4 തീയതികളുള്ളവരുടെ മാത്രം അഡ്മിറ്റ് കാർഡാണ്, ബാക്കിയുള്ളവരുടേത് പിന്നാലെ വന്നുള്ളൂ. ഇനി ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 5, 6, 7 തീയതികളിലൊക്കെ എക്സാം ഉള്ളവർക്കൊക്കെ അഡ്മിറ്റ് കാർഡ് ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അവരോട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഉള്ളത് എന്നുള്ളത് മാത്രം സൂചിപ്പിക്കും. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു, ആരുടെയൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുള്ളത്, ആരുടെ ഇതൊക്കെയാണ് വരാനുള്ളത് എന്നുള്ളതൊക്കെ പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദ കാൻഡിഡേറ്റ്സ് ആർ ഓൾസോ റിക്വയർഡ് ടു എൻഷുവർ ദാറ്റ് ദ QR കോഡ് ആൻഡ് ബാർ കോഡ് ഈസ് അവൈലബിൾ ഓൺ ദ അഡ്മിറ്റ് കാർഡ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു QR കോഡ് ഉണ്ടാവും, ഒരു ബാർ കോഡും ഉണ്ടാവും. ഇത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അത് ഞാൻ അഡ്മിറ്റ് കാർഡിൽ കാണിക്കാം. അതുപോലെ ഓൾ കാൻഡിഡേറ്റ്സ് ഷുഡ് ബ്രിങ് ദ ഫോട്ടോ ID കാർഡ് കൊണ്ടുവരണം. ഏത് ID കാർഡാണ്? അപ്ലോഡഡ് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ഓൾസോ മെൻഷൻഡ് ഇൻ അഡ്മിറ്റ് കാർഡ്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് കൊടുത്ത ഫോട്ടോ ID തന്നെ വേണം. അത് അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ കൊണ്ടുചെല്ലേണ്ടത്. അതും ഞാൻ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവരുടെ നോട്ടിഫിക്കേഷൻ. ഇനി അഡ്മിറ്റ് കാർഡിലേക്ക് വരാം. ഇതാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡിന് 4 പേജുകളാണുള്ളത്. ആ 4 പേജുകളിൽ മെയിനായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഫസ്റ്റ് പേജാണ്. ഇതാണ് ശരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് പേജിൻ്റെ തുടക്കം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ പേരുണ്ടാവും, ജെൻഡർ ഉണ്ടാവും, ഏത് കാറ്റഗറിയാണ്, ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണോ, ആപ്ലിക്കേഷൻ നമ്പർ എന്താണ്, ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി, സ്ക്രൈബിൻ്റെ സപ്പോർട്ടുള്ള കുട്ടിയാണോ, ഇതൊക്കെ അവിടെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ ലൈവ് ഫോട്ടോയും ഉണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ QR കോഡും, ഇതാണ് ബാർ കോഡും. ഇത് രണ്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്താൽ മതി, അതുകൊണ്ടായിക്കോളും. ഇവിടെ കുട്ടിയുടെ സിഗ്നേച്ചർ ഉണ്ടാവും. ഇതും അഡ്മിറ്റ് കാർഡ് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. ഇതാണ് ആ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ തുടക്കം. ഇനി അതിൻ്റെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡീറ്റെയിൽ കാണും. ആ ഫസ്റ്റ് പേജിൻ്റെ താഴേക്ക് ടെസ്റ്റ് ഡീറ്റെയിൽ ഉണ്ടാവും. ഈ അഡ്മിറ്റ് കാർഡ് ഞാൻ കാണിച്ചിരിക്കുന്ന കുട്ടിയുടെ ടെസ്റ്റ് നോക്കുക. പേപ്പർ 1 ബി.ടെക്കിനാണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷാണ്. ഡേറ്റ് 2-ാം തീയതിയാണ്, ഏപ്രിൽ 2-ാം തീയതിയാണ്. സെക്കൻഡ് ഷിഫ്റ്റിലാണ്. അപ്പോൾ എക്സാമിൻ്റെ സമയം 3 തുടങ്ങി 6 വരെ ആയിരിക്കും. എപ്പോഴാണ് എത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2:30 മുമ്പ് എത്തണം. 2:30 മുമ്പ് കുട്ടി അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, 2:30 മുമ്പെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? 1 മണിക്ക് എത്തണം. 2:30 ശേഷം കുട്ടിയെ പെർമിറ്റ് ചെയ്യില്ല. 2:30 എന്ന് പറയുന്നത് മാക്സിമം ടൈമാണ്. അപ്പോൾ എപ്പോഴും സേഫ് എന്താണ്? ഈ റിപ്പോർട്ടിംഗ് ടൈമിൽ എത്താൻ ശ്രദ്ധിക്കുക. ഗേറ്റ് ക്ലോസിങ്ങിലല്ല. ഗേറ്റ് ക്ലോസിങ്ങിന് ശേഷം ഒരാളെയും കടത്തിവിടില്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ സേഫ്റ്റി എന്താണ്? ഈ പറഞ്ഞ റിപ്പോർട്ടിംഗ് ടൈമിൽ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇനി ടെസ്റ്റ് സെൻറ്റർ കോഡും ഡീറ്റെയിലും ഒക്കെ ഇവിടെയുണ്ട്. എവിടെയാണ് എക്സാം സെൻറ്റർ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഫോട്ടോ ID അപ്ലോഡഡ്. ഈ കുട്ടി ആധാറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആധാറാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് കൊണ്ടാണ് ചെല്ലേണ്ടത്. ഇവിടെ ആധാർ അല്ലാത്ത കുട്ടികൾ, ഇവിടെ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഒക്കെ ഉപയോഗിച്ച കുട്ടികൾക്ക് 4-ാമത്തെ പേജ് ഒരു അഫിഡവിറ്റ് ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ടോ അതാണ് കൊണ്ടു ചെല്ലേണ്ടത്. ഇനി ഫസ്റ്റ് പേജിൻ്റെ തന്നെ താഴേക്ക് വന്നാൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടാവും. അതിൽ I എന്ന് ചേർന്ന് അവിടെ കുട്ടിയുടെ പേരുണ്ടാവും, അഡ്രസ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഓൾറെഡി പ്രിൻ്റഡ് ആണ്, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാധനം കൂടി ഉണ്ടാവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്ഥലത്ത് കുട്ടിയുടെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. ഒട്ടിച്ചാൽ മാത്രം പോരാ, ഈ ഫോട്ടോ ഒട്ടിച്ച് ഇത് കൂടാതെ ഒരു അഡീഷണൽ ഫോട്ടോ കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇവിടെ ഒരെണ്ണം ഒട്ടിക്കണം. ഇത് വീട്ടിൽ നിന്ന് തന്നെ ഒട്ടിച്ചിട്ട് പോകണം. ഓക്കെ, ഏത് ഫോട്ടോ ആണ്? സെയിം ആസ് അപ്ലോഡഡ് ഓൺ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സമയത്ത് നിങ്ങൾ കൊടുത്ത അതേ ഫോട്ടോ തന്നെ ഇവിടെയും പേസ്റ്റ് ചെയ്യണം.
അതുപോലെ ഇവിടെ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഇടത് കൈയുടെ തള്ളവിരലിൻ്റെ ഇംപ്രഷൻ ഇവിടെ എടുത്തിട്ടുണ്ടാവണം. ഇത് രണ്ടും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. ഓൾറെഡി ഇത് ഫിൽഡ് ആയിരിക്കണം, ഇത് രണ്ടും ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ സിഗ്നേച്ചർ ഇടാനുണ്ട്, നിങ്ങൾ ഇടരുത്. ഈ സിഗ്നേച്ചർ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ ഇടാവൂ. എക്സാം ഹോളിൽ ചെന്ന് അറ്റൻഡൻസ് ഷീറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളോട് സൈൻ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴേ ഈ സൈൻ ചെയ്യാവൂ. പക്ഷേ ബാക്കി രണ്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോകണം. ഇനി സെക്കൻഡ് പേജിലേക്ക് വരുന്നു. ഇത് രണ്ടാമത്തെ പേജ്. ഇത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് പേജ് നിങ്ങൾ കളർ പ്രിൻ്റ് എടുക്കുന്നതാണ് നല്ലത്, കാരണം അവിടെ നിങ്ങളുടെ ലൈവ് ഫോട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് കളർ പ്രിൻ്റ് എടുക്കുകയായിരിക്കും നല്ലത്. ഇനി അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചേക്കുക, ഇനി പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. സെക്കൻഡ് പേജ് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, വേണമെങ്കിൽ അത് വായിച്ച് നോക്കാം. അതായത് ഗേറ്റ് ക്ലോസിംഗ് ടൈം കഴിഞ്ഞാൽ ഒരാളെയും കടത്തി വിടില്ല, എക്സാം കഴിയാണ്ട് പുറത്ത് വിടില്ല, അങ്ങനെയുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. പിന്നെ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് ഞാൻ പറയണില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ പറഞ്ഞിരിക്കുന്നതാണ് എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഒന്ന്, ഒരു പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾ കൊണ്ടുപോകണം ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ. രണ്ടാമത്, നിങ്ങൾക്ക് എക്സാം എഴുതാൻ ആവശ്യമായ ബോൾ പോയിന്റ് പെന്ന്, ഒരു പെന്ന് കൊണ്ടുപോകാം. പിന്നെ അഡ്മിറ്റ് കാർഡ്, അപ്പോൾ ഇത് നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. അതുപോലെ പെന്ന്, വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അതും കൊണ്ടുപോകാം. അപ്പോൾ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ അഡ്മിറ്റ് കാർഡിൽ ഓൾറെഡി ഒരു ഫോട്ടോ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഒരു ഫോട്ടോ കൂടി അഡീഷണലി കരുതണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ഫോട്ടോ വേണം. ഒന്ന് നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ കയ്യിലെടുക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത് അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇനി ഒറിജിനൽ വാലിഡ് ID പ്രൂഫ്. ഇത് ഏത് ID പ്രൂഫാണ്? ഞാൻ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞ അതേ ID പ്രൂഫ് തന്നെയായിരിക്കണം. അവിടെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഇവിടെയും ഡ്രൈവിംഗ് ലൈസൻസ്. ഓക്കെ, അവിടെ ആധാർ ആണെങ്കിൽ ഇവിടെയും ആധാർ. ഇനി നോക്കുക, കാൻഡിഡേറ്റ്സ് ഹൂ രജിസ്റ്റേർഡ് അതർ ദാൻ ആധാർ കാർഡ്. ഐഡന്റിറ്റി പ്രൂഫിനായിട്ട് ആധാർ കാർഡ് അല്ലാതെ മറ്റൊരു സാധനം ഉപയോഗിച്ചിരിക്കുന്ന കുട്ടികൾ ആ 4th പേജിലെ അഫിഡവിറ്റ് കൊണ്ടുപോകണം, ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. അതേപോലെ ഇത് മാത്രമല്ല, ഈ ഫോട്ടോ മിസ്മാച്ച് വന്ന കുറേ കുട്ടികളുണ്ടാവും. ഇതുകൂടാതെ ഫോട്ടോ മിസ്മാച്ച് വന്ന കുട്ടികൾക്ക് അന്നൊരു മിസ്മാച്ച് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഫോം ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം മെയിലിൽ വന്നിരുന്നു, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിരുന്നു. ആ ഫോം നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോം കൂടി കൊണ്ടുപോകണം. ഇതാർക്കാണ്? ഫോട്ടോ മിസ്മാച്ച് ആയ കുട്ടികളുടെ കാര്യത്തിൽ ആ ഫോം ഉണ്ടാവണം. അപ്പോൾ സാധാരണ ഒരു കുട്ടിക്ക് അഡ്മിറ്റ് കാർഡ് പ്ലസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരെണ്ണം അഡീഷണൽ. ആധാർ അല്ലാത്ത ഡോക്യുമെൻ്റ് ഉപയോഗിച്ചവർ അഡ്മിറ്റ് കാർഡ്, പാസ്പോർട്ട് സൈസ് കൂടാതെ ഈ 4th പേജ്. ഫോട്ടോ മിസ്മാച്ച് കാണിച്ച കുട്ടി ഈ അഡ്മിറ്റ് കാർഡ് കൂടാതെ ആ ഫോട്ടോ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇത്രയും സാധനം കൊണ്ടുപോകണം. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്ക് ബാധകമായിരിക്കുന്നത്, ഇപ്പോൾ ഫോട്ടോ മിസ്മാച്ചും ഇല്ല, ആധാറുമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അഡ്മിറ്റ് കാർഡും ഫോട്ടോയും മാത്രം മതി. ഇനി അതല്ലാത്തത് വന്ന കുട്ടികൾ മാത്രം ആ പറഞ്ഞ ഡോക്യുമെൻ്റ് കൂടി കൊണ്ടുപോകാം. ഇനി അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് ബയോ ബ്രേക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അതിന് വീണ്ടും നിങ്ങൾ ജസ്റ്റ് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഫ്രിസിംഗ് പ്രോസസ്സ് ഉണ്ടാവും, നിങ്ങളുടെ സമയം അതിൽ നഷ്ടപ്പെടും. അതേപോലെ നോർമൽ ഡ്രസ്സസ് ഉപയോഗിക്കുക. നോർമൽ ഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെയറുകളുള്ള, ഒരുപാട് മെറ്റൽ പാർട്ടുകളുള്ള ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കാതെ സിമ്പിൾ ടൈപ്പ് ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പിന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, റഫ് ഷീറ്റ് മസ്റ്റ് ബി ഡ്രോപ്ഡ് ഇൻ ഡെസിഗ്നേറ്റഡ് ഡ്രോപ്പ് ബോക്സ്. നിങ്ങൾക്ക് അവിടെ റഫ് വർക്ക് ചെയ്യാനൊരു ഷീറ്റ് തരും, അത് നിങ്ങൾ റഫ് വർക്ക് ചെയ്തതിന് ശേഷം അവിടെ തന്നെ തിരിച്ചു കൊടുക്കണം. അതേപോലെ ഡ്യൂലി ഫിൽഡ് അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ബി ഡ്രോപ്ഡ്. നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് അവിടെ കൊടുത്തിട്ട് വരണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഇത് അവർ വാങ്ങി വയ്ക്കും, അതും ശ്രദ്ധിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് എക്സാം ഹോളിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. ഇനി നമ്മൾ 4ാമത്തെ പേജിലേക്ക് വരുന്നു. ഡിക്ലറേഷൻ ഫ്രം നോൺ ആധാർ കാൻഡിഡേറ്റ്. ആധാർ അല്ലാത്ത ഡോക്യുമെൻ്റ് ഉപയോഗിച്ച കുട്ടികൾ ഈ ഫോം കൂടി കൊണ്ടുപോകണം. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങളുടെ പേര്, ഇവിടെ അച്ഛൻ്റെ പേര്, ഇവിടെ അമ്മയുടെ പേര്, ഇത്രയും ഫില്ല് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ മിസ്മാച്ച് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ബ്ലാങ്ക് ഇമേജ് ആയിരുന്നു, ബ്ലർ ഇമേജ് ആയിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്തായിരുന്നു കാരണം എന്നുള്ളത് മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID കൊടുക്കാം, റോൾ നമ്പർ ഇവിടെ എഴുതണം, ദെൻ കുട്ടിയുടെ പേര് ഇവിടെ എഴുതണം, ദെൻ ID പ്രൂഫ്, നിങ്ങൾ പകരം കൊണ്ടുപോകുന്ന ID പ്രൂഫ് ഏതാണ്, അതിൻ്റെ നമ്പർ എന്താണ്, നിങ്ങളുടെ എക്സാം ഡീറ്റെയിൽ, ഇതൊക്കെ ചെയ്യണം. ഇവിടെ കുട്ടിയുടെ സിഗ്നേച്ചറും ഇടണം. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അങ്ങനെ നിങ്ങൾ സിഗ്നേച്ചർ ഇടുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് ഒഫീഷ്യൽസ് അവർ ചെയ്യേണ്ടതാണ്, അത് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ഇവിടെ കൊണ്ട് ഫില്ല് ചെയ്യുക, ബാക്കി ഇതിന് ശേഷമുള്ളത് അവർ ഫില്ല് ചെയ്തോളും. ഈ ഫോം നിങ്ങൾ അവരെ ഏൽപ്പിച്ചാൽ മതി. അതുപോലെ ഒന്നുകൂടി, ഈ ആധാർ അല്ലാത്ത നോൺ ആധാർ കാൻഡിഡേറ്റ് ആണല്ലോ ഈ ഫോം കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന ഇപ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പാൻ കാർഡാണ് കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നോൺ ആധാർ കാൻഡിഡേറ്റ് ആണ്, പകരം നിങ്ങൾ കൊണ്ടുപോയ ഡോക്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി കൂടി കയ്യിലെടുക്കുക. അതിൻ്റെ റീസൺ, ആ കോപ്പി നിങ്ങൾ ഈ ഫോമിൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട്.
അപ്പോൾ ആധാർ ഉപയോഗിച്ചല്ല രജിസ്റ്റർ ചെയ്തതെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ട് പിന്നെയും പറയുന്നില്ല. കൂടാതെ ഈ 4th പേജ് ഉണ്ടാവണം. പിന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന അഡീഷണൽ ID, ഈ IDയുടെ ഒറിജിനലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം, ഇതിൻ്റെ കോപ്പിയും കയ്യിലുണ്ടാവണം. ഈ ഒറിജിനൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം, കോപ്പി നിങ്ങൾ അവിടെ ഏൽപ്പിക്കണം. ക്ലിയർ അല്ലേ? ഇത്രയാണ് ഈ എക്സാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഓൾമോസ്റ്റ് അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. പിന്നെ രണ്ടാമത്തേത്, മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.